ഇപ്പോൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നു. ഈ പ്രദേശവാസിയും ആയിട്ടുള്ള കൃഷ്ണൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഒരു 4 ആണുങ്ങൾ ഒരു പെണ്ണ് ഇവിടെ വന്ന് ചായ കുടിച്ചിരുന്നതൊക്കെ. ചായ കുടിച്ചിരുന്നപ്പോൾ ഒരു 5 ചായ കുടിച്ച് 10 മിനിറ്റ് ഇവിടെ തന്നെ താമസിച്ചിരുന്നത്. പിന്നെ കേരളത്തിൽ കോയമ്പത്തൂർ നിന്നിട്ട് പോലീസുകാർ വന്നിട്ട് അവർ പെട്ടെന്ന് വണ്ടിയിൽ കയറ്റിയപ്പോൾ വന്ന് അവർ സിന്ദാബാദിന് കാര്യങ്ങൾ സംസാരിച്ച്. പിന്നെ സിന്ദാബാദ് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യും പോയപ്പോൾ ഒരു 2 സിം കാർഡുകളും ഒരു ഡയറി അവരെടുത്ത് കളഞ്ഞു. അത് സിം കാർഡുകളും ഡയറിയും കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അതിനടുത്ത് കർമ്മത്തമ്പട്ടി പോലീസുകാർ വന്ന് ഇവിടെ എന്താ സംഭവങ്ങളുണ്ട് അത് പിടിച്ച് പോയിരുന്ന ആൾക്കാരുടെ 2 സിം കാർഡുകളും ഒരു ഡയറിയും കളഞ്ഞ് അത് നിങ്ങൾ എന്താണെങ്കിലും ഇവിടെ വച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവരുടെ കൊടുത്ത് അതിനെ കൊടുത്ത് അവർ വന്ന് ഇവിടുന്ന് കേട്ടപ്പോൾ ഒരു 5 മിനിറ്റിൽ എല്ലാ സംഭവങ്ങളും ചെയ്തു. ഇവിടെ ഒരു 50 ആൾക്കാർ കൂടിയപ്പോൾ അവർ വന്ന് വണ്ടിയിൽ കയറ്റപ്പോൾ കയറാൻ പറ്റത്തില്ലെന്ന് അവർ വന്ന് തർക്കം ചെയ്താൽ അവർ വീട്ടിൽ കഴുത്തി പിടിച്ച് വണ്ടിയിൽ കയറ്റിയതാക്കും. നിങ്ങൾ ഡയറി നോക്കുകയോ വായിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഡയറിയിൽ എന്താ എഴുതിയെന്ന് വല്ലതും അറിയാം? ഡയറിയിൽ ഒരു 50 ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നതാക്കും. അതിനകത്ത് അവർ വന്ന് പോലീസ് കയ്യിൽ കിട്ടിയാലേ അവർ എന്തെങ്കിലും ചെയ്യുന്നു ചൊല്ലി പറഞ്ഞിട്ട് അവർ സിം കാർഡുകളും ഡയറിയിലും എടുത്ത് കളഞ്ഞ് അവർ കളഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ നമ്മൾ വന്നതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനകത്ത് വന്നിട്ട് ഞങ്ങൾ പോലീസുകാർ വന്നപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരിവിടെ ഈ പ്രദേശത്ത് കുറച്ചു കാലമായിട്ട് താമസിക്കുന്ന ആളുകളാണോ? അങ്ങനെ ശ്രദ്ധപ്പെട്ടിരുന്നോ? അത് ഇവിടെ താമസിച്ചില്ല. അവർ ഇവിടുന്ന് മറ്റേ കൂടലൂർ ഈ ഭാഗത്തിൽ നിന്നൊക്കെ വന്നത്, അന്നൂർ കൂടലൂർ ഭാഗത്തിൽ നിന്ന് അവർ വന്നതാണ് കാര്യം. ഇവിടെ വന്ന് ചായ കുടിക്കാൻ മാത്രം വയ്യാതെ വന്നതാണ്. അവരെങ്ങനെ എത്തിയത്? വല്ല വാഹനത്തിൽ വന്നതാണോ അതോ അല്ലാതെ? അത് വാഹനത്തിൽ വന്നതോ അത് വന്നതെന്ന് അറിയില്ല. അവർ കുറച്ച് കഴിഞ്ഞിട്ട് നടന്നേ വന്നതാണ്. വാഹനത്തിൽ വന്നതായിരിക്കും, നമുക്ക് അറിയില്ല, കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ചായ കൊന്ന് 132 രൂപയെങ്കിൽ ചായവും പണ്ണവും കഴിച്ചിട്ട് ഇവിടെ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്ന് പിടിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങൾ കണ്ടു.